അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിൻ്റെ പുണ്യ ദിനരാത്രങ്ങൾ ഓരോന്ന് വിശ്വാസികളോട് വിട പറഞ്ഞതിൻ്റെ അവസാനത്തോടടുത്ത് നിൽക്കുകയാണ്. വിശ്വാസികൾ ദുഃഖത്തോടെ പരിശുദ്ധ റമളാനോട് സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇനി വിശ്വാസികൾക്കുള്ള ആഘോഷവേളയായ ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒഴുകുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷങ്ങളാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയും. വേറെയും കുറേ ആഘോഷങ്ങളുണ്ട്. പക്ഷേ ഈ രണ്ട് ആഘോഷങ്ങളാണ് രണ്ട് പ്രത്യേകമായ രീതിയിൽ ആരാധനകൾ ചെയ്യാനും പ്രത്യേകമായ കർമ്മങ്ങളും നിസ്കാരങ്ങളും ദിക്റുകളും പ്രവർത്തനങ്ങളുമൊക്കെയുള്ള രണ്ട് ആഘോഷങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ രണ്ട് ആഘോഷങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം. മറ്റുള്ള ആഘോഷങ്ങൾ കുറേ ഉണ്ടാവും, പക്ഷെ അതിനൊന്നും പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെയാവണമെന്നില്ല, മതവിരുദ്ധമാവാതിരുന്നാൽ മതി. ചെറുപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഫിത്ർ സക്കാത്താണെങ്കിലും അതുപോലെ തന്നെ തക്ബീറിൻ്റെ വിഷയങ്ങളാണെങ്കിലും അതുപോലെ മറ്റുള്ള കുറേ വിഷയങ്ങൾ അതുമായി ചെറുപെരുന്നാളുമായി നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ ചെയ്യേണ്ടത് ഇതൊക്കെ അതിൻ്റെ മതചടങ്ങുകളാണ്. ചെറുപെരുന്നാളിൻ്റെ അതിൽ വിശ്വാസികൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പല ആളുകളും വിദേശങ്ങളിൽ നിന്ന് വന്ന് സ്വന്തം മുറ്റവരോടും മുടവരോടും കൂടി പെരുന്നാൾ ആഘോഷിക്കണമെന്ന് താല്പര്യപ്പെടുകയും പ്രവാസ ലോകത്തുനിന്ന് നാട്ടിലേക്ക് വരികയും ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇങ്ങനെയുള്ള ആഘോഷവേളകളൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷമാണ്. ആ സന്തോഷത്തിൽ പങ്കാളികളാവാനാണ് വിദേശങ്ങളിൽ പ്രവാസികളായി കാലങ്ങളോളം ജീവിക്കുന്ന ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പോഴും സുഹൃത്തുക്കൾ പലരും യാത്രയിലാണുള്ളത്. കാരണം കുടുംബത്തോടെ കൂടി ഒന്ന് പെരുന്നാൾ ആഘോഷിക്കണം. അതിനു വേണ്ടി ഈ വേളയിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വരുന്ന സുഹൃത്തുക്കൾ എവിടെ നിന്നാണ് വരുന്നത്? അമേരിക്കയിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാകും, അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ വരുന്ന പല ആളുകളുണ്ടാകും, പ്രവാസികളാണ്. ഈ വരുന്ന ആളുകൾ എവിടെ നിന്ന് വന്നാലും ഇവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില ആളുകൾ 28ാമത്തെ നോമ്പ് നോറ്റുകൊണ്ടായിരിക്കും നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വന്നപ്പോഴോ നാട്ടിൽ 29ാമത്തെ നോമ്പാണ്. ഇവൻ 28, നാട്ടിലാണെങ്കിൽ 29ാമത്തെ നോമ്പുമായിട്ടുണ്ട്. ഇവൻ എന്താ ചെയ്യുന്നത്? പിറ്റേ ദിവസം നാട്ടിൽ മാസം കാണുകയും പെരുന്നാളാവുകയും ചെയ്തു. പ്രവാസിയായി നാട്ടിലേക്ക് ആഘോഷിക്കാൻ വന്ന ഇവന് 28 നോമ്പ് മാത്രമേ കിട്ടി. ഇവൻ എന്താണ് ചെയ്യേണ്ടത്? ഇവൻ ഈ കുടുംബത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കണോ അതല്ല നോമ്പ് നോക്കണോ? മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവൻ എവിടെയാണോ ചെല്ലുന്നത് ആ ചെല്ലുന്ന നാട്ടിൽ അവൻ അവരോട് കൂടി കൂടണമെന്നാണ്. അപ്പോൾ ഇവൻ ചെയ്യേണ്ടത്, നമ്മൾ നോമ്പ് 28 എങ്കിലും 29ാമത്തെ ദിവസത്തിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സ്വന്തം കുടുംബത്തോടുകൂടി ഈ ഈദ് ആഘോഷത്തിൽ പങ്കാളിയാവുക. പിന്നീട് ഒരു നോമ്പ് അവൻ ഖളാ വീട്ടുകയാണ് വേണ്ടത്. കാരണം അവന് 28 ആയുള്ളൂ. 29ാമത്തെ നോമ്പ് ഖളാ വീട്ടണം. ആ ഒരു നോമ്പ് ഖളാ വീട്ടിയാൽ മതി, 30 പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഖളാ വീട്ടാൻ ഈ 28 നോമ്പ് നോറ്റ ഇദ്ദേഹം ഈ ഒരു നോമ്പ് ഖളാ വീട്ടണം, പിറ്റേ ദിവസം ഖളാ വീട്ടണം. ഇവരോട് കൂടി ഈദ് ആഘോഷ പരിപാടികളിൽ ഇവൻ പങ്കെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു പ്രവാസി വന്നപ്പോഴേ അവന് 29ാമത്തെ നോമ്പാണ്, നാട്ടിലാണെങ്കിൽ 30ാമത്തെ നോമ്പുമാണ്. ഇവന് 29 ആയിട്ടുണ്ട്, നാട്ടിൽ 30ാമത് നോമ്പ്, പിറ്റേ ദിവസം ഇവിടെ പെരുന്നാളാണ്. ഇവനാണെങ്കിലോ 29ാമത്തെ നോമ്പാണ്, പിറ്റേ ദിവസം ഇവനും ഈ 30 പൂർത്തിയാക്കിയോട് കൂടെ 29 നോറ്റ ഇവനും പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. ഇനി അവൻ ഖളാ വീട്ടണം. അവൻ ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. കാരണം അവൻ 29 നോമ്പ് അവന് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ കാരണം. നേരെ മറിച്ച് 28 എന്നുള്ള നോമ്പ് ഉണ്ടാവാറില്ലല്ലോ, അതുകൊണ്ടാണ് ഖളാ വീട്ടണമെന്ന് പറഞ്ഞത്. അപ്പോൾ 29 നോമ്പ് അവന് കിട്ടി. നാട്ടിലുള്ള ആളുകൾക്ക് 30 പൂർത്തിയായും കൊണ്ടാണ് ആഘോഷിക്കുന്നത് പെരുന്നാൾ. എന്നാൽ ഇവന് 29 നോമ്പ് മാത്രം മതി. ഇനി ഇവൻ ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. ഈ കാര്യവും നമ്മൾ മനസ്സിലാക്കി. ഇതോടനുബന്ധിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയും വരാമല്ലോ. ഇനി 30 നോമ്പ് നോറ്റുകൊണ്ടാണ് 30ാമത്തെ നോമ്പ് നോറ്റുകൊണ്ടാണ് വിദേശങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ നാട്ടിലേക്ക് വരുന്നത്. 30ാമത്തെ നോമ്പ് നോറ്റ് വരുമ്പോൾ ഇവിടെ 29ാമത്തെ നോമ്പാണ്. അങ്ങനെയൊക്കെ സാധാരണ സംഭവിക്കാറുണ്ടല്ലോ. അവൻ 30ാമത്തെ നോമ്പാണ്, നാട്ടിൽ 29ാമത്തെ നോമ്പാണ്. അങ്ങനെ പിറ്റേ ദിവസം മാസം കണ്ടില്ല, പെരുന്നാൾ പിറ്റേ ദിവസമാണ്. അന്ന് മാസം കാണാത്തതുകൊണ്ട് പല നാട്ടിൽ 30ആയി. ഇവന് 31ാമത്തെ നോമ്പ് നോക്കേണ്ടി വരികയാണ്. ഇവൻ എന്താണ് ചെയ്യേണ്ടത്? 31 നോമ്പ് ഇല്ലല്ലോ, ഇവൻ എന്ത് ചെയ്യണം? ഇവൻ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ നാട്ടിൽ ഇവരെന്താണോ ചെയ്യുന്നത് ആ ആഘോഷത്തിൽ, പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ പങ്കെടുക്കുക, നോമ്പാണെങ്കിൽ നോമ്പിൽ അവരോടുകൂടി പങ്കാളിയാവുക. ഇവൻ 31ാമത്തെ നോമ്പ് അവരോടുകൂടി നോൽക്കണമെന്നതാണ് മതനിയമം. കാരണം ഇവൻ 30ാമത് നോമ്പ് പൂർത്തിയായി, പക്ഷെ ചെന്ന നാട്ടിൽ എന്താണോ ഉള്ളത് ആ രീതിയാണ് അവൻ സ്വീകരിക്കേണ്ടത്.
അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. കാരണം അവർ വരുന്ന ആ നാട്ടിലെ ഉദയാസ്തമനം എങ്ങനെയുണ്ട്, നോമ്പിൻ്റെ വ്യത്യാസങ്ങൾ, എണ്ണങ്ങൾ, കണക്കുകളൊക്കെ നോക്കിയിട്ടാവണം. കാരണം ഒരു നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്തതുകൊണ്ട് ആഘോഷവാടയിൽ വിദേശങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരോടുകൂടി ആഘോഷിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ കാര്യവും കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം, 28 നോമ്പേ കിട്ടിയെങ്കിൽ ഒന്ന് ഖളാ വീട്ടണം, 29 ആണെങ്കിൽ ഒന്നും വേണ്ട, 30 പൂർത്തിയായാൽ 31ാമത്തെ നോമ്പ് കുടുംബത്തോടു കൂടി നാട്ടിൽ അവൻ നോൽക്കുകയും വേണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളതൊക്കെ അശ്രദ്ധമായി പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കണം. സർവശക്തനായ അള്ളാഹു ദീന് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.